ഞാൻ നമ്മൾ പോകുന്ന സ്ഥലത്തെ കുറിച്ച് ഒന്ന് നോക്കിയതാണ്. ഒരു 5 മിനിറ്റ് താനേ. അപ്പൊ ഇത്തവണ ആൾക്കാർക്കെല്ലാം ചരിത്രം കേൾക്കേണ്ടി വരുമല്ലോ. നമ്മൾ പോകുന്നത് ഹിസ്റ്ററി ക്ലാസ് എടുക്കാനല്ല, നമ്മളൊരു വാട്ടർഫോൾ കാണാനല്ലേ പോകുന്നത്. അപ്പൊ നമുക്ക് സമയത്ത് ഇൻട്രോ എടുത്തിട്ട് നമുക്ക് എങ്ങനെ ഇറങ്ങിയാലോ? ഇൻട്രോ എടുക്കാം. നമസ്കാരം എല്ലാവർക്കും. കപ്പിൾസ് ഇൻ ആഫ്രിക്ക എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഐശ്വര്യ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇത്തവണ ഞാൻ ചരിത്രം ഒന്നും പറയുന്നില്ല. അപ്പം ബാക്കി വിശേഷങ്ങൾ ഐശ്വര്യ പറയുന്നതായിരിക്കും. അപ്പം അതായത് ഇവിടെ ഇപ്പോൾ ക്രിസ്മസ് ഹോളിഡേ ആണ്. ഇന്നലെയും ഇന്നും ഹോളിഡേ ആയിരുന്നു, നാളെയും ഹോളിഡേ ആണ്. അപ്പം ഞങ്ങൾ കുറച്ച് ഇന്നലെ തൊട്ട് വിചാരിക്കുന്നു എവിടെയെങ്കിലും ഒന്ന് പോയാലോ എന്ന്. പക്ഷെ അത്രയും ദൂരെ അങ്ങനെ നമ്മൾ യാത്ര ചെയ്യാനിപ്പം ഈ സാഹചര്യത്തിൽ പോകണ്ട എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ഇതിപ്പോ ആകുമ്പോൾ അടുത്താണ്. ഇവിടുന്ന് 5 കിലോമീറ്ററേ ഉള്ളു. എവിടെയാണെന്ന് പറഞ്ഞു പോകുന്നത് തെമി വാട്ടർഫോൾസ് അല്ലെങ്കിൽ മൗണ്ട് മെറു വാട്ടർഫോൾസ് എന്ന് പറയും. ഇവിടുന്ന് അടുത്തൊരു കുറച്ച് റഫ് റോഡാണ്, അവിടെ കഴിഞ്ഞ് വേണം പോകാൻ. ഇതിൽ വാട്ടർഫോൾസ് കേൾക്കുമ്പോൾ വലിയൊരു വെള്ളച്ചാട്ടമായിട്ടൊക്കെ ആർക്കും തോന്നണ്ട. ഇതൊരു കുഞ്ഞു വെള്ളച്ചാട്ടമാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകതയുണ്ട്. ആ പോകുന്ന വഴിയാണ് പ്രത്യേകത. അവിടേക്കുള്ള ട്രക്കിംഗ് ആണ് ഇതിലൊരു ലൈവ് എക്സ്പീരിയൻസ്. പോയിട്ടുണ്ടല്ലോ, ഇതിനെക്കുറിച്ച് വല്ല എക്സ്പെക്ടേഷൻ ഉണ്ടോ? എക്സ്പെക്ടേഷൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം സമയം 12 മണി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നല്ലൊരു പേടിയുണ്ട്. വെയിലായിരിക്കുമോ നല്ല ചൂടായിരിക്കുമോ എന്നൊരു പേടിയുണ്ട്, അത്രേ ഉള്ളൂ. അപ്പം വെയിലാണോ മഴയാണോ ചൂടാണോ എന്നൊക്കെ നമുക്ക് പോയിട്ട് കാണാം. അപ്പം ബാക്കി വിശേഷം നമ്മൾ ചെന്നിട്ട് കാണിക്കാം. ഓക്കെ, അപ്പം ശരി. Welcome. President. The same price. How much? $10 or 23. Bana, not $10. 10,000 bana. I used to come here. Yeah. Don't say to $10. I have the card. Card? Yeah. I'm working here. I'm not coming from airport. Yes. Okay. When you be here, there is a walk to the waterfall. Yeah, hiking. I know that. Hiking. I know. Apart from hiking, what else we can do here? You can do bird watching. Bird watching. Yeah, nature walk. Okay. But out of the park, you can have a coffee tour. Coffee too. Yeah. Okay. You just visit the coffee farm, and to know more about the coffee, you prepare. Where it is that? Coffee too. It's just 15 minutes from there by walk. Okay, fine. ചെറിയത് കായാണിത്, റാസ്ബെറിയാണ്. ഇവിടെ ഇത് കാട് പോലെ വളർന്നു നിൽക്കുന്നു. റാസ്ബെറി അവിടെ വന്ന വഴിക്ക് ഒരു റാസ്ബെറി കിട്ടിയിട്ടുണ്ട്. എടുത്തോ, അതെടുത്തോ. ഇഷ്ടം പോലെ ഉണ്ട്. ഇത് പക്ഷെ അത്ര ഒരു ഇതില്ല, ഭംഗിയില്ല, ഒരു ഗുമ്മില്ലേ. വാട്ട്? This one is very itching. ഈച്ചിങ്? The plant, this one. ഓ, ഈച്ചിങ് പ്ലാൻ. ചൊറിയണം. നമ്മുടെ നാട്ടിലെ ചൊറിയണം എവിടെയുണ്ട്. അപ്പം ഐശ്വര്യ എടുക്കാൻ പോയപ്പോൾ നമ്മുടെ ഗൈഡ് പറഞ്ഞു അത് ചൊറിയണമുണ്ട്, സൂക്ഷിക്കണമെന്ന്. പോകുന്ന വഴിക്ക് ഇവിടെയൊക്കെ നല്ല കാട്ടുചെടികളൊക്കെ കാണാം. ഈ അന്തരീക്ഷത്തിൽ പാടാൻ പറ്റിയ പാട്ടുകൾ വല്ലതും ഉണ്ടോ?
താഴേക്ക് തിരിച്ചു പോകുമ്പോൾ റാസ്ബെറിയുടെ തൈ കൊണ്ടുപോകണം. റാസ്ബെറിയുടെ തൈ കൊണ്ടുപോകണല്ലേ? അതെ. ഒരു പാട്ട് പഠിക്കൂ. പാടിക്കോ. നല്ല കാലാവസ്ഥ, നല്ല സീനറി. മഴ പെയ്താലോ? കുട എടുത്ത്. മഴ പെയ്യില്ല, ഇപ്പം ഇച്ചിരി മുമ്പേ പെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് ഇനി പെയ്യാൻ വഴി സാധ്യത കുറവാണ്. ആ, അവിടെ പെയ്തിട്ടുണ്ടല്ലേ. അങ്ങനെ ഞങ്ങൾ താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി ചെറിയൊരു ഹൈക്കിംഗ് ആണ് ഇനി അങ്ങോട്ട്. നമ്മുടെ കൂടെ നമ്മുടെ ടൂർ ഗൈഡും ഉണ്ട്. You see the big tree there? ഇതാണ് ആഫ്രിക്കൻ മഹോഗണി. ഓക്കെ. ആക്ച്വലി അത് എഴുതുന്നത് MAHO എന്നല്ല. ഇവിടെ ഷൂ മാൻഡേറ്ററി ആണ്. ഷൂ ഇട്ടില്ലെങ്കിൽ ഒരു തവണ ഞാൻ വന്നപ്പോഴേ ചെരുപ്പിട്ടുണ്ടാവുന്നത് അന്ന് നല്ല സ്ലിപ്പായി. അപ്പോൾ മഴയോടെ പെയ്ത് കിടക്കുന്നുണ്ട്. കുഴപ്പമില്ല, വിട്ടാരേ. You see the flower? വിച്ച് വൺ? Yes. ആ, You know magnolia flower? നോ ഐ ഡോണ്ട് നോ. നമ്മുടെ നാട്ടിലുള്ള ഒരു ടൈപ്പ് ചെടി. ഓ, വാട്ട് ഇറ്റ്സ് കോൾഡ്? Magnolia flower. മഗ്നോളിയ ഫ്ലവർ. Yeah. ഇത് ഇതിന്റെ ഓക്കെ ഓക്കെ. I can show the tree that. ഓക്കെ, മഗ്നോളിയ ഫ്ലവർ ആണിത്. hold on. തന്നെ വേറൊരു ടൈപ്പ് ചെടി നാട്ടിലുണ്ട്. ആണോ? അങ്ങനെ ഭൂഷണമാണ്. കൈ വിട്ടേ. ഇതേ പിടിച്ച് Be പിടിക്കണം. careful, the way is this. Yeah, I know. It was raining, that's why. The blue monkey. Yeah, blue. Yeah, blue is... Black. Is it black or blue? They call blue, but it's not that blue. Okay, okay. Just on the face. Okay, okay, fine. നമുക്ക് കുറച്ച് കുരങ്ങനെയും കാണാൻ പറ്റും കേട്ടോ. കുരങ്ങന്മാരെ പിന്നെ അത്ര റയറൊന്നുമല്ല, നാട്ടിൽ ആവശ്യം പോലെ ഉണ്ട്. ബ്ലാക്ക് കളർ. ബ്ലാക്ക് കളറിൽ നമ്മൾ മറ്റേ ശബരിമല പോകുമ്പോൾ കാണാം. അങ്ങനെ എപ്പോഴും കാണും. വളരെ വളരെ സ്ലിപ്പറി ആയിട്ട് കിടക്കുകയാണ് ഇവിടെ. കാരണം മഴ പെയ്തു, അതാണ് ഇത്രയും സ്ലിപ്പറി ആവാൻ കാരണം. നടന്നു പോകണത് ഇങ്ങനെയാണ്. ഈ താഴേക്കാണ് നമ്മൾ പോകേണ്ടത്. ഐശ്വര്യമാണ് ഫ്രണ്ടിൽ നടക്കുന്നത്. You see the monkey? Where? Okay, okay. I don't know how you can zoom it. Yeah, quite difficult. Let's see. There is a monkey there. നമ്മുടെ കുരങ്ങനെ കിട്ടിയിരിക്കുകയാണ് ഇവിടെ. ഹായ്. പ്രോപ്പർ ബ്ലാക്ക് അല്ലല്ലേ? എൻ്റെ മുഖത്തൊരു ഒരു വൈറ്റ് കളറുണ്ട്. ഇറ്റ്സ് കോൾഡ് ബ്ലൂ മങ്കി. നമുക്കൊരു റിയൽ കാട്ടിന് നടുക്കൂടെ ഒരു കാട് പാതയാണ് നമ്മളിപ്പോൾ കൊണ്ടിരിക്കുന്നത്. ആ വ്യൂ നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് ആ വാട്ടർഫോൾസിൻ്റെ സൗണ്ട് കേൾക്കാം. നമ്മൾ വന്ന വഴി അതാണ്. അവിടെ നിന്ന് താഴേക്കാണ് നമ്മൾ വന്നത്. എത്തി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് വീണ്ടും ഒരുപാട് താഴേക്ക് പോകണം. ഒരു റിയൽ ട്രക്കിംഗ് എക്സ്പീരിയൻസ് ആണ്. ഇത് കയറുമ്പോഴാണ് കൂടുതൽ കാലുവേദനിക്കണേ. ഇറങ്ങുമ്പോൾ അത്രയും പ്രശ്നമില്ല. മഴയൂടെ പെയ്ത് കിടക്കുന്നത് നല്ല സ്ലിപ്പറിയാണ്. ഇവിടെയാണ് അന്ന് ഞങ്ങൾ സ്ലിപ്പായി. അവിടെ അത്ര കുഴപ്പം ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് ആ വെള്ളം പോകുന്ന വഴിയാണ്. നമുക്ക് ആ സൗണ്ട് ഇവിടെ നിന്ന് തന്നെ കേൾക്കാൻ കഴിയും. ഐശ്വര്യ ഇവിടെ ഇറങ്ങി താഴെ നിൽപ്പുണ്ട്, വരികയാണ്. അതുകൊണ്ട് ഇതാണ് നമ്മൾ ഇറങ്ങി വന്ന വഴി. ഓക്കെ ഓക്കെ. നോ പ്രോബ്ലം, യു ഗോ.
അവിടെ നിന്ന് മാറിയിരിക്കൂ. ഇത് കുലുങ്ങുന്നതാണ് കേട്ടോ. ഇഷ്യൂ കുറച്ച് മാറിയിട്ടുണ്ട്. അന്ന് ഇതിലും വലിയ ഭയങ്കര സ്ലിപ്പറി ആയിരുന്നു. ഇപ്പോഴാണ് ഈ കമ്പൊക്കെ വീഴിട്ടെ. Hapa ni 3 sijui yake Mungu bariki. സായിപ്പ് വിനോദസഞ്ചാരി പോകുന്നതാണല്ലേ. യാ, അത് നമ്മൾ ഈ ഇൻ്റർനാഷണൽ ടൂറിസ്റ്റുകളാണെങ്കിൽ ഒരു 10 or 20 USD കണ്ട ചാർജ് ചെയ്യണം. എൻ്റെ അമ്മോ, ഇത് ഇറങ്ങുന്നതാണോ? റിയൽ ട്രക്കിംഗ് എക്സ്പീരിയൻസ്. എങ്ങനെയാ ഇറങ്ങും? ഇറങ്ങിക്കോ, അതേ പിടിച്ചിറങ്ങിക്കോ, ഹോൾഡ് ചെയ്തോണ്ട് ഇറങ്ങിക്കോ. അല്ല, ഇത് കുറച്ച് ചിന്തിച്ചിട്ട് ഇറങ്ങേണ്ടിയിരിക്കും. ഓക്കെ ഓക്കെ, ദാറ്റ്സ് ഗുഡ്. He will take the video. പാറയിലാണ് നമ്മുടെ ഗൈഡാണ് നമുക്ക് സഹായിക്കാൻ വീഡിയോ. ഷൂ നനയാതിരിക്കാൻ കെട്ടിവെക്കുന്ന രീതിയാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത്. നമ്മൾ സിനിമയ്ക്കകത്തൊക്കെ കാണുമ്പോൾ ആൾക്കാരിങ്ങനെ ഷൂ കെട്ടിയിട്ടുണ്ട് പോകുന്നില്ലേ. ഇനി വീണ്ടും നമ്മൾ നടക്കുകയാണ്.
നോക്ക് ഒരു രസം കാണിച്ചു തരാം. ഷൂ ഞാൻ നനയരുത്, സോക്സ് നനയാണ്ട് കുഴപ്പമില്ല. സോക്സ് ഇട്ട് നനയ്ക്കുകയാണ്. ഓഹോ, കിലുക്കത്തിലെ തമ്പുരാട്ടി തന്നെ. ബാക്കിൽ ആ ഷൂടെ കാണിച്ച് കഴിഞ്ഞാൽ കറക്റ്റ്. ആ സൈഡിൽ കൂടെ നടക്കുക കേട്ടോ, അത്ര ആഴത്തിൽ നടക്കണ്ട. വെള്ളത്തിന് നല്ല തണുപ്പാണ്. നമ്മുടെ ഗൈഡ് നമ്മളെ നോക്കി നിൽക്കുകയാണ്, ഇങ്ങനെ ഇവരെന്തായി കാട്ടുന്നത്. Actually, bro, where is the origin of this water? It's from Mount Meru. Mount Meru. From the spring. From the rocks. From the rocks. Okay. What's your name? My name is Barik. Berik. Okay. അവിടെ വെള്ളം ചാട്ടം But കണ്ടില്ല. during rain season, this river is flowing with water. So Oh. water than It will up to what level? like Like that? 1 meter. 1 meter. Like that. Oh, okay. At that time we can't walk from here. You can walk, but like you walk today, maybe you take rain clothes. Okay. There is no fish. No, but there's a frog and crab. Oh, frog. And crab. Frog and Crab. crab. Okay. ഞാൻ കണ്ടു കേട്ടോ. കല്ല അതാ തിരിച്ചു കഴിക്കാം. No. Yeah. No. അഴുക്ക്
ഈ കാട് നിറച്ചും ഫോറസ്റ്റ് ആണല്ലോ. അല്ല, ഈ ഫോറസ്റ്റ് നിറച്ചും കാടാണ്. ഇതൊരു ഫോൺ എടുത്തോണ്ട് പോവാ. പോ അതേ കയറി. ഇതാണ് ഏണി. വെള്ളം ഒഴുകുന്നതിന് നല്ല കളകള ശബ്ദം കേൾക്കാം. പതുക്കെ ഹോൾഡ് ചെയ്ത് പോയായിരുന്നു. മുകളിൽ പിടിച്ചോ. ഒന്നുണ്ട് കേൾക്കേ. ഐശ്വര്യ അങ്ങനെ കയറിയിരിക്കുകയാണ്. വേണ്ട വിട്ടറേ. കൈ അഴുക്ക്. ഈ കാട് നിറച്ചും ഫോറസ്റ്റ് ആണല്ലോ. അതിന് കുഴപ്പമില്ല, വെള്ളത്തിൽ ഇറങ്ങിയപ്പോഴേ. കുറച്ചും കൂടെ നടന്നാൽ ആ വെള്ളത്തിൽ കൂടെ അങ്ങ് നടക്കൂ. ഒരു കുഞ്ഞു കിളി അങ്ങ് പറന്നു പോയോ. നമ്മുടെ ഗൈഡ് നമുക്ക് വീഡിയോ എടുക്കാനായി മുന്നേ ഓടിപ്പോവുകയാണ്. അതിന് കുഴപ്പമില്ല, വെള്ളത്തിൽ ഇറങ്ങിയപ്പോഴേ. കുറച്ചും കൂടെ നടന്നാൽ ആ വെള്ളത്തിൽ കൂടെ അങ്ങ് നടക്കൂ. ഒരു കുഞ്ഞു കിളി അങ്ങ് പറന്നു പോയോ. നമ്മുടെ ഗൈഡ് നമുക്ക് വീഡിയോ എടുക്കാനായി മുന്നേ ഓടിപ്പോവുകയാണ്. നമുക്ക് നല്ലൊരു ഗൈഡിനെയും ഒരു പഠിക്കുമ്പോൾ ഞാൻ പണ്ട് മീനാന്ന് പറഞ്ഞതിനൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്കിവിടെ കുറേ വാൽമാക്രികളെ കാണാം. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ മീനാന്നും പറഞ്ഞ് ഇതൊക്കെ കൊണ്ടുപോയി ബോട്ടിലിട്ട് കുറേ വളർത്തിയിട്ടുണ്ട്. പക്ഷെ അത് കുറേ ചത്തുപോകും. ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഇതൊന്നും പിടിക്കാറില്ലല്ലോ. ഇതിനെ കാണിച്ചു കൊടുത്താലേ ചിലപ്പോൾ അറിയത്തുള്ളൂ ഇത് തന്നെ വാൽമാക്രി ആണോ. Can we see the crab? They used to hide. തിരിച്ചു വരുമ്പോൾ ഫോട്ടോ എടുക്കാമേ. ഒരു ഗുഹയ്ക്കകത്തൂടെ പോകുന്ന ഫീല്. ഇനി വാ. എക്കോ കിട്ടും കേട്ടോ ഇവിടെ സംസാരിച്ച. എക്കോ നമ്മുടെ വെള്ളച്ചാട്ടം. നമ്മൾ നിങ്ങളെ കാണിക്കാൻ വെള്ളച്ചാട്ടം. ഈ
ഈ വെള്ളച്ചാട്ടത്തെക്കാൾ ഉപരി ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന വഴിയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല പ്രത്യേകമായ സ്ഥലം. ഈ വെള്ളത്തിൽ കഷ്ടപ്പെടുമല്ലേ? അതെ അതെ. അത് മാത്രം ആ വരുന്ന വഴിയിലൂടെയുള്ള ട്രക്കിംഗ് എക്സ്പീരിയൻസും പിന്നെ അതോടൊപ്പം തന്നെ ഇങ്ങോട്ടുള്ള ആ നടത്തമൊക്കെയാണ് അവിടെ നിന്നൊക്കെ കല്ലുകളൊക്കെ വാരി എറിയുന്നത്, വെള്ളത്തിലോട്ടാണ് എറിയുന്നത്. വെള്ളം നോക്കട്ടെ ഇല്ല ഉണ്ടോ? ആ അതിൽ കാര്യമില്ല, കാരണം ആ ഫോഴ്സ് വരുമ്പോൾ അവിടെ കുക്കിംഗ് ഒക്കെ നടക്കുകയാണ്. കുറച്ച് ഇന്ത്യൻസും ചൈനക്കാരും ഒക്കെയാണ്, നേപ്പാളിയാണെന്ന് അറിഞ്ഞുകൂടാ. അവരൊക്കെ അവിടുന്ന് ഈ ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ആഫ്രിക്കൻസ് ഒരുപാടുണ്ട്, പിന്നെ കുറച്ച് ടൂറിസ്റ്റുകളുണ്ട്. കണ്ടില്ലേ അതിൻ്റെ വ്യൂ? മുകളിൽ ചേട്ടന്മാർ കുറച്ച് പേര് ഇരിപ്പുണ്ട്. അവിടെ നിന്നൊക്കെ വീണ് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അതൊരു രസം തന്നെയാണ്, പക്ഷെ നമ്മളതിൻ്റെ ആഫ്റ്റർ എഫക്റ്റൂടെ ചിന്തിക്കണ്ടേ. എടുക്കുക ഇതാണ് അപ്പം നമ്മൾ നിങ്ങളെ കാണിക്കാൻ കൊണ്ടുവന്ന സ്ഥലം. അപ്പം ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. അതുവരെ ഇവിടെ സ്പെൻഡ് ചെയ്യണില്ല, കാരണം ഒരുപാട് ആളുകളൊക്കെ തന്നെയാണ്. ഇതിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു നോക്കുക വ്യൂ കണ്ടു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇത് ഒരു ചെറിയ കുഴലിൽ നിന്ന് വിടുന്ന രീതിയിലുള്ള വെള്ളമാണ് വരുന്നത്. കണ്ടില്ലേ, മുകളിൽ നിന്ന് ഒരു കുഴലിൽ കൂടെ വരുന്ന രീതിയിലാണ് വെള്ളം നമുക്ക് കാണാൻ കഴിയുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് അറിഞ്ഞ ഉടനെ ഇവിടെ ആളുകൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണോ റോക്കിൽ നിന്ന് തന്നെ കൃത്യമായി വരുന്നതാണോ എന്ന് അറിയാൻ കഴിയുകയില്ല. പിന്നെ ഇതിൻ്റെ വ്യൂ ആണ്, ഇതിന് ചുറ്റും നല്ല വ്യൂ ആണ് കാണാൻ. എങ്ങനെയുണ്ട് ഐശ്വര്യ സ്ഥലം? ഈ വെള്ളത്തിൽ നല്ല തണുപ്പാണ്. ഇപ്പം അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. നല്ലതാണ്, ഇപ്പം നിൽക്കുമ്പോൾ തന്നെ നല്ല തണുപ്പാണ്. കാരണം ഞാൻ പ്ലാൻഡ് ആയിട്ടാണ് വന്നത്, വെള്ളത്തിൽ നിന്ന് ഇറങ്ങാനൊക്കെ പ്ലാൻഡാണ്. പക്ഷേ ഇവിടെ ഒരുപാട് ആളുകളും പിന്നെ ഒരുപാട് പേര് ഇറങ്ങിയ വെള്ളമൊക്കെയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ കരയ്ക്ക് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ കാണാം ചിലരൊക്കെയാണ് മരം കയറുന്നതിൻ്റെ കൂട്ട് മലയുടെ മുകളിലേക്ക് കയറുന്ന കാണാം. പക്ഷെ അതൊക്കെ ഇത്തിരി റിസ്ക് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. കാരണം മഴ പെയ്ത് ഒന്നാമത് സ്ലിപ്പായി കിടക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രസവും കാണില്ല, താഴേക്കുള്ള വീഴ്ചയ്ക്ക് ഒരു രസവും കാണുകയില്ല. ഇനി അധിക നേരം നമ്മളിവിടെ നിൽക്കുന്നില്ല, നമ്മൾ പോവുകയാണ്. കാരണം ഒരുപാട് ആളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വന്ന ഈ വഴിയായിരുന്നു ഈ ട്രിപ്പിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ ഇനി കുറച്ച് ദൂരം കാണിക്കാൻ കഴിയത്തുള്ളൂ. കാരണം ഇപ്പോൾ തന്നെ ബാറ്ററി രണ്ടും ഏകദേശം ഓൾമോസ്റ്റ് ഡെഡാണ്. അപ്പോൾ അധികമൊന്നും കാണിക്കാൻ കഴിയുകയില്ല. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ സൈൻ ഓഫ് ഇവിടെ നിന്ന് വേണമെങ്കിൽ പറയാം. ആള് കൂടുന്നതനുസരിച്ച് മുകളിൽ നിന്ന് വെള്ളം കൂടുതൽ വിടുന്നു എന്നൊരു സംശയമുണ്ട്. പക്ഷെ പറയപ്പെടുന്നത് ഇത് മിലിറ്ററിയുടെ അണ്ടറിലാണ് ഇപ്പം മുകളിൽ ഇതെല്ലാം നോക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതൊക്കെ ലേറ്ററാണ്. അത് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്കത് പിന്നീടുള്ള ഈ കണ്ട വീഡിയോകളിലൊക്കെ ക്വാളിറ്റി ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ ലൈക്കും ഷെയറും ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. അപ്പം ഞങ്ങളിവിടെ നിന്ന് സൈൻ ഓഫ് പറയുകയാണ്. ഞങ്ങളിവിടെ ഉള്ള ഈ വഴിയൊന്ന് കാണിച്ചാൽ ഒന്നുകൂടെ ലാസ്റ്റ് വ്യൂ ഒന്ന് കാണിക്കുകയാണ്. ഇതാണ് ഐശ്വര്യ, നമുക്ക് പോവാം. ഇനി ഒരു കയറ്റമാണ്, അതെടുക്കാൻ കഴിയുകയില്ലെന്ന് അറിഞ്ഞുകൂടാ. നോക്കാം, ലെറ്റ്സ് സീ. ട്രക്കിങ്ങിന് ശേഷമുള്ള കാലിൻ്റെ അവസ്ഥയാണ്. പഴുത്ത മത്തിക്കാൽ ഞാൻ തുടക്കട്ടെ. ഇനിയാണ് എൻ്റെ കാല് കഴിക്കാം. താങ്കൾ വന്ന എങ്ങനെയാ? വെറും കാല്. ഞാൻ സോക്സ് ഇട്ടോണ്ടാ വന്നത്. അപ്പൊ സോക്സിനകത്ത് തണുപ്പ്.